കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആത്മപദ്ധതിയുടെ ഭാഗമായി കൊല്ലങ്കോട് ബ്ലോക്കിന് കീഴിൽ സംഘടിപ്പിച്ച മൺസൂൺ ഫെസ്റ്റ് 2026 സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന കിസാൻ ഗോഷ്ഠിയായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർഷകരുടെ അറിവും സംരംഭക സാധ്യതകളും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ മൺസൂൺ ഫെസ്റ്റിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും സംവാദങ്ങളും നടന്നു. പരിപാടിയുടെ 2ാം ദിനത്തിൽ ഫാം ടൂറിസം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കൃഷിയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര സാധ്യതകൾ, കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള സംരംഭങ്ങൾ, ഗ്രാമീണ ടൂറിസത്തിന്റെ വളർച്ച എന്നിവയെക്കുറിച്ച് ഡോക്ടർ എൻ ശുദ്ധോദനൻ വിശദമായ ക്ലാസ് നയിച്ചു. നമുക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു പരിശീലനം ഞാൻ ഓഫർ ചെയ്തു. ഉദാഹരണം നമുക്കൊരു പാചകം, ഈ പ്രമേഹ രോഗികൾ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു പാചകം നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ഈ വരുന്നവരിപ്പോൾ പ്രമേഹ രോഗിയാണ്, ഈ വരുന്ന ടൂറിസ്റ്റ് പറയുകയാണ്, ഐ ആം എ ക്രോണിക് ഡയബറ്റിക് പേഷ്യന്റ്, ഐ കനോട്ട് ടേക്ക് സ്വീറ്റ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ വഴിയുണ്ട് ചേട്ടാ, എൻ്റെ ഭാര്യ പ്രമേഹ രോഗികൾക്ക് വേണ്ട ഭക്ഷണം പാകം ചെയ്യുന്ന ഒരു നല്ല വിദഗ്ധയാണെന്നും പറഞ്ഞ് നമ്മുടെ ഭാര്യയെ പ്രസന്റ് ചെയ്യും. അവർ ഇയാൾക്ക് വേണ്ടിയിട്ട് ഇടിച്ചക്ക കൊണ്ടുള്ള ഉപ്പേരിയും അതേപോലെ തന്നെ ചേന ഫ്രൈ ചെയ്തതും ഒക്കെ ആയിട്ടൊരു ഭക്ഷണം. പ്രമേഹ രോഗിക്ക് മധുരമില്ലാത്ത കഴിക്കാൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അയാൾ ഇവിടെ എത്തിയിരിക്കും. അയാളുടെ പരിചയക്കാരൻ മുഴുവൻ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിരിക്കും. ആ രീതിയിൽ നമുക്കിത് ഈ എക്കോ ഷോപ്പുകൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്ക് ആളുകൾ ധാരാളം പോകുന്നുണ്ട്. നമ്മുടെ പാലക്കാട് നിന്നൊക്കെ ധാരാളം പേര് ഹൗസ് ബോട്ടിൽ കയറാനായിട്ടൊക്കെ പോകും. കുമരകത്ത് പോയി ഹൗസ് ബോട്ടിൽ കയറിയിട്ട് ആലപ്പുഴ വന്ന് ഇറങ്ങുകയൊക്കെ. അവിടെ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ കരിമീൻ കിട്ടുമെന്നാണ്. അവിടുത്തെ കരിമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതാണ്ട് 10,000 ഹൗസ് ബോട്ടിലെ ആളുകൾ മുഴുവൻ വിസർജിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ അത് മുഴുവൻ കായലിലേക്കാണ് വീഴുന്നത്. ഇത് മുഴുവൻ തിന്ന് വളർത്തുന്ന കരിമീനെ പിടിച്ചിട്ട് പൊരിച്ചു തരും. നമ്മൾ ഒരു കരിമീൻ കഷ്ണത്തിന് 250 രൂപ കൊടുത്തിട്ട് നമ്മളത് വാങ്ങി തിന്നുകയും ചെയ്യും. ഈ ടൂറിസ്റ്റുകളുടെ മുഴുവൻ മാലിന്യം കഴിച്ച് വളരുന്നത്. പിന്നെ അവിടെ അതും തീർന്നു കഴിഞ്ഞാൽ അവർ ആന്ധ്രയിൽ ഈ വളർത്ത കരിമീനെ ഇറക്കുമതി ചെയ്താണ് കൊടുക്കും. ഇത് കാണാൻ വേണ്ടി, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ധാരാളം പേര് പോകുന്ന പോലെ നമുക്ക് നമ്മുടേതായ ഭക്ഷണങ്ങൾ ഇവർക്ക് കൊടുക്കാൻ പറ്റും. കൃഷിയെ വരുമാനമാർഗം എന്നതിലുപരി വിനോദസഞ്ചാര മേഖലയുമായി ബന്ധിപ്പിക്കുമ്പോൾ കർഷകർക്ക് പുതിയ സാമ്പത്തിക സാധ്യതകൾ തുറന്നു കിട്ടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൊല്ലങ്കോട് മേഖലയിലെ കാർഷിക മേഖലയെ കൂടുതൽ സജീവമാക്കുന്നതിനും കൃഷിയോടിണങ്ങിയ വിനോദസഞ്ചാര സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് മൺസൂൺ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കൊല്ലങ്കോട് ബ്ലോക്കിന് കീഴിലുള്ള 7 പഞ്ചായത്തുകളിൽ നിന്നുള്ള നിരവധി കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. ഫാം ടൂറിസത്തിന്റെ സാധ്യതകൾ സംബന്ധിച്ച പരിശീലനം കർഷകർക്ക് പുതിയ ആശയങ്ങളും സംരംഭ സാധ്യതകളും പരിചയപ്പെടുത്തി. പരിപാടിയുടെ ഭാഗമായി ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന തെന്മലവാലി കർഷക ഉൽപാദക സംഘത്തിന്റെ പ്രദർശന വിപണന സ്റ്റോളും ശ്രദ്ധേയമായി. കാർഷിക ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, പ്രാദേശിക കാർഷിക വൈവിധ്യങ്ങൾ എന്നിവ സ്റ്റാളിലൂടെ പ്രദർശിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തു. കൊല്ലങ്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിത സാമുവൽ സ്വാഗതം പറഞ്ഞു. ആത്മ ബ്ലോക്ക് ടെക്നോളജി മാനേജർ NM അസ്ലം നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.